ഒരു വീട്, അത്താഴത്തിൻ്റെ നിശബ്ദത, 4 പേരടങ്ങുന്ന ഒരു കുടുംബം. ലിയോ എന്ന ചിത്രത്തിൽ അപകടഘട്ടങ്ങളിലേക്ക് മക്കളെ പ്രാപ്തരാക്കുന്ന വിജയുടെ കഥാപാത്രം അവരോട് പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. കുറച്ചു നേരത്തേക്ക് നിങ്ങൾ ഒരു പെൺകുട്ടിയാണെന്ന് സ്വയം കരുതുക. ആ ഡൈനിങ് ടേബിൾ മനസ്സിൽ ചിത്രീകരിക്കുന്നത് വളരെ എളുപ്പം തന്നെയാണ്. അച്ഛനും ഇളയ മകനും അധികാരത്തോടെ ഇരിക്കുന്നു. അമ്മയും മൂത്ത മകളും അവർക്ക് വിളമ്പിക്കൊടുക്കുന്നു. അതെ, കാലങ്ങളായി നാം കണ്ടു ശീലിച്ച ഈ ക്രമത്തിന് യാതൊരു മാറ്റവുമില്ല. ഇനി മറ്റൊരു വീട്. +2 കഴിഞ്ഞ ഡിഗ്രിക്ക് തയ്യാറെടുക്കുന്ന മൂത്ത മകൾ, 8ലോ 9ലോ പഠിക്കുന്ന ഇളയ മകൻ. വീണ്ടും പിക്ചർ യുവർ സെൽഫ്. അതിലും എളുപ്പമാണ് കാര്യങ്ങൾ. തൻ്റെ ഇഷ്ടപ്പെട്ട കോഴ്സിനോ കോളേജിനോ സമ്മതമൂളാതെ വളർന്ന് കുടുംബം നോക്കാൻ പോകുന്ന ഇളയ മകന് വേണ്ടി മാറ്റിവെച്ച ആ സമ്പാദ്യത്തിന് മുന്നിൽ ആ മകളുടെ സ്വപ്നങ്ങൾ കൈപ്പൊതിക്കുള്ളിൽ ഒളിപ്പിക്കപ്പെടുന്നു. പഠിച്ചു വളരേണ്ടവളല്ല, പണിയെടുത്ത് തളരേണ്ടവളാണ് പെണ്ണെന്ന അലിഖിത നിയമം ആ വീടിൻ്റെ ചുവരുകളിൽ അദൃശ്യമായി എഴുതി വച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അവസാനത്തെ വീട്. ഇത് കഴിഞ്ഞാൽ വേറെ വീടില്ല. അച്ഛൻ, അമ്മ, മകൻ, മരുമകൾ. മരുമകൾക്ക് അവളുടെ 150ാമത്തെ ആർത്തവമാണ്. ശരീരത്തിന് നല്ലപോലെ ഊർജം കുറഞ്ഞ ദിവസവും. തുണിയെല്ലാം അലക്കി തീർന്നിട്ടുമില്ല. ഷർട്ട് തേച്ചപ്പോൾ അത് പൂർണ്ണമായിട്ടുമില്ല. സാമ്പാറിനാണെങ്കിൽ ലേശം ഉപ്പും കൂടിപ്പോയി. ഇവിടെ പിക്ചർ യുവർ സെൽഫ് എന്ന് പറയേണ്ടി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞതിലും അപ്പുറം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്നെന്തോ അവൾക്ക് ഹുങ്ക് കൂടിപ്പോയി എന്ന മട്ടിലാവും പല പ്രതികരണങ്ങളും. ഒന്ന് ചിരിച്ചാൽ എന്താ, ഒന്ന് പിടിച്ചു നിന്നാൽ എന്താ, അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് സംഘർഷങ്ങൾ ഒഴിവാക്കിയാൽ എന്താ? നല്ല ചോദ്യങ്ങളാണ്. പക്ഷേ ഉത്തരം പറയാൻ ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. കാരണം അവൾ ജനിച്ചതും വളർന്നതും ജീവിച്ചതും തളർന്നതും ഒറ്റപ്പെട്ടതും ഉപേക്ഷിക്കപ്പെട്ടതും എല്ലാം ഇതിനൊന്നും ഉത്തരമില്ലാത്ത ആ വീട്ടിലാണ്. കസേരയിൽ നിന്ന് അനങ്ങാതെ ഒരു ഗ്ലാസ് വെള്ളത്തിനു പോലും ഉണ്ട ചോറ് തൊണ്ടയിൽ കുടുങ്ങുന്നത് വരെ കാത്തിരിക്കുന്ന പുരുഷാധികാരത്തിന്റെ ശീലങ്ങൾക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം. അത്തരം വീടുകളിൽ നിന്ന് ഒരു രക്ഷപ്പെടലിനായി ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളെ നാണക്കേടുകൾ മാത്രമായി കാണുന്ന മനോഭാവത്തിനാണ് അതിന്റെ പഴി. ത്യാഗം എന്നത് സ്ത്രീയുടെ മാത്രം ബാധ്യതയാണെന്നും അതവളുടെ ജന്മാവകാശമാണെന്നും വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയെ തലോടാൻ നമുക്ക് കഴിയില്ല. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി നീ ഇതുവരെ ജീവിച്ചിട്ടില്ല എന്ന് ലിജോമോൾ അവതരിപ്പിച്ച കഥാപാത്രം സംഗീത് പ്രതാപ് അവതരിപ്പിച്ച കഥാപാത്രത്തോട് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളൊന്ന് നീറുന്നതിന് കാരണമുണ്ട്. നമ്മൾ കണ്ടു വളർന്ന സിനിമകളിൽ ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ആരും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും എഴുതിയതുമില്ല. ഇതൊരു സിനിമാ നിരൂപണമല്ല. കണ്ടുമടങ്ങാൻ മാത്രം കേൾപ്പുള്ള സിനിമകൾക്കിടയിൽ കണ്ണടച്ചിരുട്ടിലാക്കാൻ കഴിയാത്ത ചില നേർക്കാഴ്ചകളെ സത്യസന്ധമായി കാണിക്കാൻ ശ്രമിച്ച ഒരു സിനിമയോടുള്ള ബഹുമാനം മാത്രമാണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച, ബോബി സഞ്ജയ് തിരക്കഥ രചിച്ച, അരുൺ വർമ്മ സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രം ബേബി ഗേൾ എന്ന ചിത്രത്തെ പറ്റിയാണ് പറയുന്നത്. വേഗതയുടെയും നിർവികാരതയുടെയും ബ്രെയിൻ റോട്ടിൻ്റെയും ഇക്കാലത്ത് ഇത്തരം സിനിമകൾ മുങ്ങിപ്പോകരുത് എന്ന് തോന്നി മാത്രം പറയുന്നത്. ചാവുപിള്ളകൾക്കൊടുവിൽ സ്വന്തം ഭർത്താവിനെ പ്രീതിപ്പെടുത്താൻ മാത്രം 3ാമതും പ്രസവത്തിനെത്തിയ ചേച്ചി അനിയനോട് നീ കുഞ്ഞിനെ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. ഞാൻ കണ്ടു, ഒടുക്കത്തെ സുന്ദരൻ, നല്ല മുടിയൊക്കെ ആയിട്ട്. അവനെ കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. ഒരുപക്ഷെ ഇതിനു മുന്നേയുള്ള 2 കുട്ടികൾ അവളുടെ അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും പ്രതീകങ്ങളായിരിക്കാമെന്ന് തോന്നിപ്പോയി. യഥാർത്ഥത്തിൽ അതൊരു നഷ്ടബോധമാണ്. വിളമ്പിത്തരാനും വൃത്തിയാക്കാനും അലക്കാനും ഒരു ചോക്ലേറ്റ് പോലും തൻ്റെ വിഹിതം തീർന്ന ശേഷം അവളുടെ പങ്ക് കൂടി വാങ്ങി കഴിക്കാനും മടി കാണിക്കാതെ താൻ ഇത്രയും കാലം അകറ്റി നിർത്തിയത് ഒരമ്മയെയല്ല, മറിച്ച് 2 അമ്മമാരെയാണെന്ന ബോധം. സ്വന്തം ചോരയെ ഒഴുക്കിക്കളയുമ്പോഴും തൻ്റെ പുരുഷന്റെ അഹന്തയെ തൃപ്തിപ്പെടുത്താൻ വിധിക്കപ്പെട്ടവളുടെ നിസ്സഹായത ഒരു തേങ്ങലായിട്ടല്ല, മറിച്ചൊരു പ്രകമ്പനമായിട്ടാണ് സിനിമയിൽ പടരുന്നത്. ആ ബോധം തലച്ചോറിലെത്തും മുൻപേ ചിലപ്പോൾ സിനിമ തീർന്നേക്കാം. പക്ഷെ ആ കഥ അപ്പോഴും തീരുന്നില്ല എന്നതാണ് ആ സിനിമയുടെ വിജയം. ബേബി ഗേൾ എന്ന ടൈറ്റിൽ ഒരു പെൺകുഞ്ഞിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അതിൽ സ്ത്രീകൾ അടങ്ങുന്ന ഒരു വലിയ അർത്ഥത്തെ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതറിയാതെ നടന്നു നീങ്ങുന്ന ഒരു സമൂഹം എത്തിച്ചേരാൻ വൈകുന്ന വിജയമാണ് യഥാർത്ഥത്തിൽ ബേബി ഗേൾ എന്ന ചിത്രം. സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും സിനിമ റിലേറ്റഡ് ഗെയിംസും അതിൽ നിന്ന് റിവാർഡ്സും സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഫാൻ ബെല്ല ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.